ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. അങ്ങനെ അനൂപിനെ തിരക്കി വന്ന ഗുണ്ടകൾ അനൂപിനെ കാണാത്തത് കൊണ്ട് തന്നെ അവരുടെ ദേഷ്യമെല്ലാം മാഷിൻ്റെ ദേഹത്ത് തീർക്കുകയാണ്. മാഷിനെ ഇടിച്ച് താഴെ ഇട്ടതിന് ശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിഷമത്തോടെ കമലയും മീരയും അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഒന്നും വേണ്ടെന്നും എനിക്ക് ഒന്ന് അകത്തേക്ക് ഇരുന്നാൽ മാത്രം മതിയെന്നും മാഷ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നന്ദനെ കാണാനായി ICUവിൻ്റെ അകത്തേക്ക് ചെല്ലുന്ന അവന്തികയാണ് കാണിക്കുന്നത്. വിസിറ്റേഴ്സിനൊന്നും കാണാൻ സാധിക്കില്ലെന്ന് ആ സിസ്റ്റർ പറയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നും ബ്ലഡ് കൊടുത്തിട്ട് വരുന്ന വഴിയാണെന്നും ഒക്കെ തന്നെ അവന്തിക പറയുകയാണ്. ഒരു 2 മിനിറ്റ് മതി, ഞാനൊന്ന് ഇവിടെ ഇരുന്നിട്ട് പോയിക്കൊള്ളാമെന്ന് അവന്തിക പറയുമ്പോൾ വൈഫ് ആയതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് നന്ദൻ്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ താലിമാലയും അവന്തികയെ ഏൽപ്പിക്കാൻ സിസ്റ്റർ മറക്കുന്നില്ല. ആദ്യം താലിമാല നോക്കി ഞെട്ടലോടെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് ദേഷ്യത്തോടെ താലിമാലയെ നോക്കിക്കൊണ്ട് നന്ദനോട് അവന്തിക പറയുകയാണ്, ചുമ്മാതല്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ താലിമാല കണ്ടപ്പോഴാ എനിക്കിപ്പോൾ ഒരു കാര്യം തോന്നിയത്, തൻ്റെ ഈ അല്പജീവൻ പോലും വെക്കാനേ പാടില്ലായിരുന്നു. എന്താണെങ്കിലും താൻ ചാകാതിരുന്നത് നന്നായി. പാതിജീവനം കൊണ്ട് താൻ തിരികെ നെല്ലിശ്ശേരിയിലേക്ക് വരുമ്പോഴേ ഈ താലിയുടെ കണക്കൊക്കെ ഞാൻ അവിടെ വെച്ച് പറയിപ്പിച്ചോളാം. എൻ്റെ ഭിക്ഷയാടോ തൻ്റെ ഇപ്പോഴുള്ള ജീവിതം. എന്താണെങ്കിലും താൻ ഇനി എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു തിരുകൂടെ പോവുകയില്ല. ഞാൻ കാരണം മാത്രമാ താനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താൻ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം വിഷമത്തോടെ പുറത്തിരിക്കുകയായിരുന്നു അർച്ചന. അവന്തിക അർച്ചനയുടെ നേരെ ചെന്നിട്ട് ആ താലിമാല അർച്ചനയ്ക്ക് നേരെ നീട്ടുകയാണ്. ഈ താലിമാലയെ നന്ദേട്ടൻ്റെ പോക്കറ്റിൽ നിന്നാ കിട്ടിയത്. നിനക്ക് ആദ്യമേ തന്നെ എന്നെ സംശയമുണ്ടായിരുന്നെന്ന് എനിക്കറിയാം. അയാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഞാൻ കരഞ്ഞതൊക്കെ വെറും അഭിനയം മാത്രമാ. പക്ഷേ ഇപ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. അയാൾ രക്ഷപ്പെട്ടതിലല്ല, അയാൾ ജീവനോടെ ഇരിക്കുന്നതില്ല. ഇതിനേക്കാൾ ഭേദം അയാൾ മരിക്കുന്നതായിരുന്നെന്ന് അവന്തിക പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുതെന്ന് അർച്ചന പറയുന്നു. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ നീ പറയുന്നത്? അയാൾ എവിടേക്കാ പോയിരുന്നതെന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സന്ധ്യയുമൊത്ത് രഹസ്യ വിവാഹം നടത്താൻ വേണ്ടിയാ അയാൾ അവിടെ നിന്ന് പോയത്. എന്താണെങ്കിലും ഇതാ നേഴ്സ് എൻ്റെ കൈ തന്നത് വളരെ നന്നായെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അവന്തികേട്ടത്തി ദയവേത് ഇതൊരു പ്രശ്നമാക്കി മാറ്റരുത്. ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം നരക തുല്യമായിരിക്കും. ഞാനേ ഈ താലിമാല കൊണ്ടുപോയി നെല്ലിശ്ശേരിയിലെ സേതുമാധവനെ കാണിക്കാം. എന്നിട്ട് പറയാം മകൻ വേറൊരുത്തിയുടെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന്. തൽക്കാലം ഈ താലി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എനിക്ക് ആവശ്യം വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചനയുടെ അടുത്തേക്ക് വരുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ പോകുന്ന കാര്യം അർച്ചന ചോദിക്കുമ്പോൾ ധനുഷിനോടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നും നമുക്കിപ്പോൾ തന്നെ പോകാമെന്നും സച്ചി പറയുന്നു. എന്നാൽ അച്ഛനോട് പറഞ്ഞ് നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. തുടർന്ന് ഒരു കോൺസ്റ്റബിൾ വന്ന് അവരെ തടയുകയാണ്. വിസിറ്റേഴ്സ് ഒന്നും വരാൻ പാടില്ലെന്നൊക്കെ കോൺസ്റ്റബിൾ പറയുമ്പോൾ SIയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. തുടർന്ന് അർച്ചനയും സച്ചിയും പോലീസുകാരന് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അനൂപേട്ടനെ ഇറക്കാൻ വേണ്ടി ഒരു വക്കീല് ഇപ്പോൾ വരുമെന്ന് സച്ചി പറയുമ്പോൾ അതൊന്നും നടക്കില്ലെന്നും കാര്യത്തിൻ്റെ സീരിയസ്നെസ് എല്ലാം ഇയാളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ എന്നും SI പറയുന്നു. ഇപ്പോൾ ഇയാൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈ പോലീസ് സ്റ്റേഷനാണ്. സാർ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അർച്ചന പറയുമ്പോൾ SI പറയുകയാണ്, ഈ നാട് ഭരിക്കുന്ന ഗുണ്ടയുടെ പെങ്ങളെയാണ് ഇയാളുടെ വണ്ടി ഇടിച്ചിട്ടത്. അതുമാത്രമല്ല മരിക്കുന്ന സമയത്ത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ഇയാൾ മനഃപൂർവ്വം ഇടിച്ചതാണെന്നാണ് അവർ പറയുന്നത്. ഇയാളെ കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ അവർ തീർത്തു കളയുമെന്നും പറയുന്നുണ്ട്. അവരിൽ നിന്നും ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം. പിന്നീട് കാണിക്കുന്നത് ആ ഗുണ്ടയുടെ കൂടെയുള്ള 2 പേര് പോലീസ് സ്റ്റേഷന്റെ പുറത്തു നിന്നുകൊണ്ട് സച്ചിയും അർച്ചനയും വന്ന കാര്യം അയാളെ വിളിച്ച് അറിയിക്കുന്നതാണ്. എനിക്ക് അനൂപേട്ടനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലെന്നും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഗുണ്ടയെ ചെന്ന് കാണണമെന്നും അർച്ചന സച്ചിയോട് പറയുന്നു. തുടർന്ന് അർച്ചന കമലയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കമല കരയുന്ന ശബ്ദം കേട്ടുകൊണ്ട് വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സച്ചിയെ വിളിച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും വൃന്ദാവനത്തിലേക്ക് പോകുന്നതാണ്. അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഗുണ്ടയുടെ ആൾക്കാരും പുറകെ ഉണ്ടായിരുന്നു. എന്നാൽ പകുതിക്ക് വെച്ച് അവർക്ക് വഴി തെറ്റുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, അർച്ചനയ്ക്ക് ആദ്യത്തെ പണി എന്താണെങ്കിലും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പണി അവളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക മീരയെ വിളിക്കുകയാണ്. സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നീയും ഞാനും ഇപ്പോൾ. നന്ദേട്ടൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. ഞാൻ പറയാൻ പോകുന്നത് നീ വിശ്വസിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതുതന്നെയാണ് സത്യം. എൻ്റെ നന്ദേട്ടൻ ഇപ്പോൾ ഈ കിടക്കുന്ന അവസ്ഥയ്ക്കും അനൂപ് ജയിലിൽ പോയ അവസ്ഥയ്ക്കും എല്ലാം തന്നെ കാരണം അർച്ചനയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിൻ്റെ ജാതകദോഷം മാത്രമാണ്. ഇത് കേൾക്കുന്ന മീര ഞെട്ടലോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.